വായന ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഹോബിയാണ്. നമ്മളിൽ പലരും വായിക്കുന്നത് അറിവിന് വേണ്ടിയും മാനസിക ഉല്ലാസത്തിനും വേണ്ടിയാണ്. ഏത് പ്രായത്തിലാണ് നമ്മളൊക്കെ വായിച്ചതെന്ന് ഓർമ്മയുണ്ട്? കുട്ടികൾ ഏതുതരം പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്, ഏതുതരം പുസ്തകങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ്? കുട്ടികളുടെ വായനയെക്കുറിച്ചും അവർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് ലിറ്റിൽ ബുക്ക് തീഫ് എന്ന ആശയത്തിന്റെ പുറകിലുള്ള വന്ദന മേനോനാണ്. വന്ദന, പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ലിറ്റിൽ ബുക്ക് തീഫ്? ഞാൻ ആക്ച്വലി എന്നോട് പലവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലിറ്റിൽ ബുക്ക് തീഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പിള്ളേരുടെ ബുക്സ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങി എന്നുള്ളൊരു കാര്യം എനിക്ക് കുറെ പേര് ചോദിച്ചു. അതിന്റെ പുറകിൽ കുറെ കാരണങ്ങളുണ്ട്. ബട്ട് അതിലൊരു കഥ ഞാൻ പറയാം. സോ ആക്ച്വലി ഞാൻ നമ്മൾ വളരുന്ന ഒരു രീതിയിലും നമ്മുടെ ചുറ്റും കാണുന്ന ഒരു എൻവയൺമെന്റിലും ഞാൻ കണ്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ, നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പിള്ളേരെ വളർത്തുന്നതിൽ അവരുടെ ആഹാരം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഉറക്കുക, അവരെ നല്ല ഡ്രസ്സ് ഇടിപ്പിക്കുക, അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ നോക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മമാര് നോക്കും, അല്ലെങ്കിൽ അച്ഛനമ്മമാര് പിള്ളേരെ കുറിച്ച് നോക്കും. പക്ഷെ അവരുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റൽ ഡെവലപ്മെന്റിന് ഒരു ഫോക്കസ്, അല്ലെങ്കിൽ അത് പഠിക്കണം, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം മിസ്സിംഗ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ അതേപോലെ തന്നെ ഞങ്ങള് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കുറെ പഠിക്കാനും കുറെ വായിക്കാനും നോക്കി. ഒബ്വിയസ്ലി ലൈക്ക് എല്ലാ അമ്മമാരെ പോലെയും തന്നെ എനിക്കും എന്റെ കുഞ്ഞ് മിടുക്കിയായിരിക്കണം, അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കുറെ അതിനെക്കുറിച്ച് വായിക്കുകയും ബുക്സ് നോക്കുകയും ചെയ്തപ്പോഴാണ് ഞാൻ ഗ്ലെൻ ഡോമൻ എന്ന് പറഞ്ഞൊരു ഓത്തറിന്റെ ഹൗ ടു ടീച്ച് യുവർ ബേബി ടു റീഡ് എന്നുള്ളൊരു ബുക്കിനെ കുറിച്ച് അറിഞ്ഞതും ഞാനത് വായിക്കുകയും ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ തന്നെ അവർക്ക് വായിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതിലാണ് ആക്ച്വലി എനിക്ക് ഒരു റീഡിങ്, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവുമ്പോ കുഞ്ഞിലെ തൊട്ട് തന്നെ റീഡിങ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായത്. ദാറ്റ്സ് ഹൗ ഗ്ലെൻ ഡോമൻ. ബുക്കിന്റെ പേര് ഹൗ ടു ടീച്ച് യുവർ ബേബി ടു റീഡ്. അത് ആമസോണിൽ അവൈലബിൾ ആണ്. ഇവിടുത്തെ ബുക്ക് സ്റ്റോഴ്സിൽ ഞാൻ 1-2 അടുത്ത് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ബട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് എന്റെ സജഷൻ എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ചെറിയ പിള്ളേരുള്ള എല്ലാ പേരൻസും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. അപ്പൊ അതാണ് ആക്ച്വലി എന്റെ ഒരു തോട്ട് പ്രോസസ്, അല്ലെങ്കിൽ അതൊരു പുതിയ കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് എനിക്ക് കുഞ്ഞുണ്ടായപ്പോഴും ഞങ്ങള് സിൻസ് ബർത്ത് ആ ഒരു ഫസ്റ്റ് 2 വീക്സ് കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ ഇതിലേക്കൊരു ഫോക്കസ് അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിൽ നിന്ന് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പലവരും കളിയാക്കുമായിരുന്നു. കാരണം 2 മാസമുള്ള കുഞ്ഞിന് എന്ത് മനസ്സിലാവാനോ, ബുക്കാണോ വാങ്ങിച്ചു കൊടുക്കണ്ടേ, കിലുക്കല്ലേ വാങ്ങിച്ചു കൊടുക്കണ്ടേ എന്നുള്ളതൊക്കെ ആൾക്കാർ പറയും, കേൾക്കും. പക്ഷെ അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ ബുക്കിൽ കൂടി. അപ്പോ ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ് പീപ്പിൾ റീഡ് ഇറ്റ്. അപ്പൊ എങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് വന്നത്? എങ്ങനെയാണ്? അപ്പൊ അത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ പോവാ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോവാ, അല്ലെങ്കിൽ വെറുതെ ഫാമിലീസിന്റെ കൂടെ നമ്മളൊരു ഗെറ്റ് ടുഗദറിൽ കൂടുമ്പോ നമ്മൾ കൂടുതലും ഇന്നത്തെ കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്ക പിള്ളേരും അവരുടെ പേരൻസിന്റെ ഫോണിൽ കളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് കാണുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഐപാഡ് യൂസ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു കുഞ്ഞിന്റെയും കയ്യിൽ ഞാൻ ഈയിടെയായിട്ട് ഒരു ബുക്ക് കണ്ടിട്ടില്ല. അപ്പോഴെനിക്ക് മനസ്സിലായത്, നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞായിരുന്നപ്പോൾ കുറെ ബുക്സ് വാങ്ങിച്ചു തരുമായിരുന്നു, നമുക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറെ കുറെ സോഴ്സസ് ഓഫ് എന്റർടൈൻമെന്റ് ഉണ്ട്. കുറെ കൂടി എളുപ്പം അവർക്ക് എന്റർടൈൻഡ് ആവാനായിട്ടുള്ളതാണ് വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസും ഒക്കെ. അപ്പോൾ എനിക്കത് മനസ്സിലായി, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ബുക്ക് വായിച്ചത് കൊണ്ടും ഞങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് എനിക്ക് കുഞ്ഞുണ്ടായപ്പോ എനിക്ക് അതിനകത്തൊരു ഇഫക്റ്റ് തോന്നിയതും കൊണ്ടാണ് കുറെ ആൾക്കാരും കൂടി അത് അറിയണം, അല്ലെങ്കിൽ അതിലേക്ക് ചെയ്യണം, ഈ ഒരു പ്രാക്ടീസ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് തോന്നിയത്. പിന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങളാണല്ലോ നാളത്തെ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ അവരായിരിക്കും ഭാവി
നയിക്കുന്നതും ഭാവിയിലെ നമ്മുടെ ജനറേഷൻസും നമ്മുടെ ഫാമിലീസും മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ അറിയണം ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ചെന്നുള്ളൊരു ഐഡിയ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇത് തുടങ്ങാനായിട്ട് കാരണം ഞാൻ മറ്റും പലവരോട് സംസാരിച്ചപ്പോ എല്ലാവരുടെയും വിചാരം അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോയി തുടങ്ങി കഴിയുമ്പോൾ വായിച്ചാൽ മതി. പക്ഷെ അല്ല, ഇപ്പം ഈ ഗ്ലെൻ ഗോമൻ അല്ലെങ്കിൽ ഏത് ലീഡിങ് സൈക്കാട്രിസ്റ്റും ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ മെറ്റീരിയൽ നമ്മൾ വായിച്ച 3 മാസം തൊട്ട് 6 years അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഗ്രാസ്പ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ഉള്ള പവർ. അപ്പൊ ആദ്യത്തെ ഒരു 6 വർഷം നമ്മൾ അത്ര യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫുൾ ലൈഫിന് ഉള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ടാണ് എത്രയും വേഗം അല്ലെങ്കിൽ ഒരു ഏർലി റീഡിങ് തുടങ്ങണമെന്ന് തോന്നാൻ കാരണം. അങ്ങനെയാണ് ഈ ലിറ്റിൽ ബുക്ക് തീഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. എന്തുകൊണ്ടാണ് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനൊരു ലിറ്റിൽ ബുക്ക് തീഫ് എന്ന് പറയുന്ന പേര് കൊടുക്കാൻ എന്താ കാര്യം? അത് ഞാൻ ചെറുതായിരുന്നപ്പോ മിക്കവർക്കും അറിയാവുന്ന ഒരു പേരിക്കും ദ ബുക്ക് തീഫ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി അല്ല, സെക്കൻഡ് വേൾഡ് വാർ ബേസ്ഡ് ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ അകത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും ഒരാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബുക്സിൽ കൂടെയാണ് വളരുന്നത്. അപ്പൊ ആ ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ അവര് ലാംഗ്വേജ് അല്ലെങ്കിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്താണ് ഇമോഷൻസും ആ സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം വന്നേക്കുന്നത്. അപ്പൊ അത് എന്റെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ബുക്കിന്റെ എന്തോ ഒരു ഭാഗം എന്റെ മനസ്സിൽ വന്നു. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾക്കായത് കൊണ്ട് ലിറ്റിൽ ബുക്ക് തീഫ് എന്നുള്ളൊരു പേരും വന്നു. എന്റെ ലിറ്റിൽ ബുക്ക് തീഫിന്റെ ലോഗോയിൽ ഔളാണ്. ഔൾ ഇസ് ഇന്റലിജന്റ് ആൻഡ് ഇസ് വൈസ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഔളിനെയും കൂടി കൊണ്ടുവന്നത് ഇതില്. ഓക്കെ. ഈ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ പേരൻസിനും ഉള്ളൊരു സംശയമാണ്, ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ഓരോ പ്രായത്തിലും വായിച്ചിരിക്കേണ്ട, ഇപ്പൊ സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ഒരു അഡൽട്ടിന്റെ സൂപ്പർവിഷനോട് കൂടി കാണേണ്ട സിനിമ, അല്ലെങ്കിൽ അഡൽട്ട്സിന് മാത്രമായിട്ട് കാണാവുന്ന സിനിമ, കുട്ടികൾക്ക് കാണാവുന്ന സിനിമ. പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? അങ്ങനെ നമുക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് തരം പുസ്തകങ്ങളാണ് കുട്ടികൾ വായിക്കേണ്ടത്? അവർക്ക് അവരുടെ പ്രായത്തിന് ഒത്ത ബുക്സ് ആണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് ആ ഒരു പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജും മനസ്സിലാക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ്സും ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 3 മാസം സമയം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് കളേഴ്സ് കാണില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ അങ്ങനെ മാത്രമേ അവർക്ക് അവരുടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിഷ്വൽ സ്റ്റിമുലേഷൻ കൊടുക്കുക. അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ്, ഹൈ കോൺട്രാസ്റ്റ് ഇമേജസ്, ഫ്ലാഷ് കാർഡ്സ് ആക്കി അവരെ കാണിച്ചു കൊടുക്കുക. അവർക്കത് കാണാൻ ഇഷ്ടമാണ്, അവരത് നോക്കിയിരിക്കുകയും ചെയ്യും. സ്ലോലി അവർക്ക് പിന്നെ ആദ്യം കാണുന്ന കളർ റെഡ് ആണ്. അപ്പോ അങ്ങനെ റെഡിൽ വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആൻഡ് യെല്ലോ അങ്ങനെ ഹൈ കോൺട്രാസ്റ്റ് ഇമേജസ് കാണിക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെയിൻ ഇതെല്ലാം സിനാപ്റ്റിക് കണക്ഷൻസ് ആണ് ബ്രെയിനിന്റെ. അപ്പൊ അവരുടെ ബ്രെയിൻ ഓൾറെഡി അതിൽ ഡെവലപ്പ് ചെയ്യാണ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. അപ്പൊ അത് പതുക്കെ അവരെ അത് കാണിച്ച് പിന്നെ നമ്മൾ ബുക്സിലേക്ക് വരികയാണ്. ബുക്സ് വരുമ്പോഴത്തേക്ക് ആദ്യം അവർക്ക് പിക്ചർ ബുക്സ് അല്ലെങ്കിൽ വലിയ ഇമേജസ് ഉള്ള ബുക്സും ഫ്രൂട്ട്സ് ആവാം, ആനിമൽസ് ആവാം, അങ്ങനത്തെ ബുക്സ് കാണിക്കുക. പിന്നെ സ്ലോലി അതിനകത്ത് ലാർജ് ടെക്സ്റ്റ്സ് ഉള്ളത് അല്ലെങ്കിൽ അക്ഷരങ്ങളുള്ള ബുക്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അവർക്ക് അത് പറയാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ABCD എന്നുള്ള അക്ഷരങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ പതുക്കെ അവർക്ക് സിമ്പിൾ ഷോർട്ട് സ്റ്റോറീസ്, ഇപ്പൊ എറിക് കാൾ, ജൂലിയ ഡൊണാൾഡ്സൺ, മോ വില്യംസ് എന്നൊക്കെ പറഞ്ഞ കുറെ ഫേമസ് ആയിട്ടുള്ള ഓത്തേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബുക്സ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു 2-3 വയസ്സാകുമ്പോഴത്തേക്കും. പിന്നെ ഒരു 4 to 5 to 6 അവർ പതുക്കെ വായിക്കാൻ തുടങ്ങും. അപ്പൊ എനിറ്റ് ബ്ലൈറ്റൻ, റോൾഡ് ഡാൽ, റസ്കിൻ, സുഭദ്ര സെൻഗുപ്ത, നമ്മുടെ RK നാരായണൻ, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ RK നാരായണനും അങ്ങനത്തെ ബുക്സ് വായിക്കാനുള്ള ഒരു ആവും. പിന്നെ നമ്മൾ ആ ഓരോ ഏജിൽ ഓരോ പിള്ളേർ ഡെവലപ്പ് ചെയ്യുന്ന സ്പീഡ് വേറെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് വേറെയാണ്. ചില പിള്ളേർക്ക് ഫാന്റസി ഇഷ്ടമായിരിക്കും, ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് വേൾഡ് അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ബുക്സ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ലിറ്റിൽ ബുക്ക് തീഫ് തുടങ്ങിയാൽ എന്റെ മിക്ക കസ്റ്റമേഴ്സും എന്നോടാണ് ചോദിക്കുന്നത്, അപ്പൊ എന്ത് ആണ്, ബിക്കോസ് പീപ്പിൾ ഡോണ്ട് നോ അവരെന്ത് ബുക്കാണ് വായിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ബുക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ കൂടി റെക്കമെൻഡേഷൻസും ചെയ്യുന്നുണ്ട്.
യുനോ ഗൈഡൻസും കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്, എങ്ങനെ അത് തുടങ്ങാം, ഏത് വഴിയിലേക്കാ പോകാ. ഈ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വന്ദന ചെയ്യുന്നത്? അതായത് ബുക്കുകൾ സോഴ്സ് ചെയ്യുന്നു, അത് ആവശ്യക്കാർക്ക് പല സ്ഥലത്ത്, ഇന്ത്യ മുഴുവനുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് പറയാം, എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഈ ഒരു കംപ്ലീറ്റ് ലിറ്റിൽ ബുക്ക് തീഫ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, പൊതുവെ എനിക്ക് ബുക്സ് ഇഷ്ടമാണ്, എനിക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. കാരണം പല പേരൻസ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, പലവരെ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ പേഴ്സണലി തന്നെയാണ് എല്ലാ ക്ലയൻസും അല്ലെങ്കിൽ എല്ലാ ഓർഡേഴ്സും ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഓത്തേഴ്സ് അല്ലെങ്കിൽ നല്ല ബുക്സ് ഞാൻ ഹാൻഡ് പിക്ക് ചെയ്യാണ്, സെലക്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റോക്ക് പോകും. അത് ഞാൻ ഇൻസ്റ്റഗ്രാം മാത്രമേ ഇപ്പൊ യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻസ്റ്റഗ്രാം ഫോർ ബിസിനസ് എന്നുള്ളൊരു സെറ്റിലാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേജ് ഉണ്ട്, ലിറ്റിൽ ബുക്ക് തീഫ് എന്നുള്ളത്. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി എന്റെ ഫോൺ നമ്പറിൽ വിളിച്ചാണെങ്കിൽ പോലും എനിക്ക് എന്റെ കോൺടാക്ട് ചെയ്യാം. അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സും അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏജും അതിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനും അതെന്തായിരിക്കും. അപ്പൊ ഞാൻ ഒരു ബുക്കിന്റെ ഫ്രണ്ട് പേജ് മാത്രം കണ്ടുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല അത് എന്താന്നുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ പേജസ് അത് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ആ പേജ് നോക്കിയാൽ കാണാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ഡയറക്ട്ലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യങ്ങളും പ്രോസസ്, പേയ്മെന്റ് ഇസ് ഓൺലൈൻ ആൻഡ് വിത്തിൻ 2 days ഞാൻ അത് ഷിപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ പുതിയ പുസ്തകങ്ങളും ഉപയോഗിച്ച പുസ്തകങ്ങളും ഇതിനകത്തുണ്ടോ? അതെ, ഞാൻ കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ പൊതുവെ ആ ബുക്സ് പിന്നെ ചിലപ്പോൾ നോക്കിയിരിക്കും. അപ്പൊ അത് പിന്നെ അത് വേസ്റ്റ് ആവുമല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് കാരണം കുറെ പേര് മടിക്കും ബുക്സിന് വേണ്ടി ചെലവാക്കാൻ. അപ്പോ ഞാൻ അത് കളക്ട് ചെയ്യും. ഞാൻ UK നിന്നും മറ്റു സ്ഥലത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത് നല്ല ബുക്സ്, നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത നല്ല ബുക്സ് ഇമ്പോർട്ട് ചെയ്ത്, പ്രീ ലവ്ഡ് ബുക്സ് ഇസ് വാട്ട് ഐ കോൾ ഇറ്റ്. അപ്പൊ ആ ബുക്സും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ വാങ്ങിക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഫാമിലി ലൈഫ് വലുതാക്കാനും പറ്റും. പ്രീ ലവ്ഡ് ബുക്സ് അല്ലേ? യെസ്, യൂസ്ഡ് ഞാൻ പറയില്ല, ഞാൻ പ്രീ ലവ്ഡ്. യൂസ്ഡ് ബുക്സ്, നമ്മൾ യൂസ് കാസ് എന്നൊന്നും പറയുന്ന പോലെ പ്രീ, ആ ഒരു ടൈം പുതിയൊരു ടൈമാണ് അല്ലേ, പ്രീ ലവ്ഡ് ബുക്സ്. മറ്റാരോ ഇഷ്ടപ്പെട്ട ബുക്കുകൾ നമ്മൾ സോഴ്സ് ചെയ്യുക, അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. ഇതിപ്പം വന്ദന പറഞ്ഞപ്പം ഇംഗ്ലീഷ് ബുക്കുകളുടെ പേരുകളാണ് കൂടുതൽ പറഞ്ഞത്. ഏതൊക്കെ ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് വന്ദന? ഞാനിപ്പോ ഇംഗ്ലീഷിലുള്ള ബുക്സ് മാത്രമേ ഞാനിപ്പോ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറെ കൂടി ഫോക്കസ് ചെയ്യുന്നത് യങ്ങർ ചിൽഡ്രൻ അല്ലെങ്കിൽ യങ്ങർ ബേബീസ് ആൻഡ് ടോഡ്ലേഴ്സ്, ആ ഒരു ഏജ് ഗ്രൂപ്പാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ ABC അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷ് ബേസ്ഡ് ബുക്സ് ആണ് ഇപ്പൊ തുടങ്ങുന്നത്. ഞാൻ മലയാളം ബുക്സിനെയും മലയാളം ഓത്തേഴ്സിനെയും കുറിച്ച് കൂടുതൽ വായിച്ച് പഠിച്ചതിന് ശേഷം ഞാൻ മലയാളം അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജസിലും കടക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഹോപ്പ്ഫുള്ളി അത് ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതും കൂടി എത്തിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ എവിടെ നിന്നാണ് വന്ദനയ്ക്ക് കിട്ടിയത്? ഇതുപോലെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഇന്ത്യയിലുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ഇപ്പൊ നമുക്കറിയാം ആമസോണിലും പല പ്ലാറ്റ്ഫോമിലും ഓൺലൈൻ പോർട്ടൽസിലൂടെ നമുക്ക് ബുക്സ് വാങ്ങിക്കാം. പക്ഷെ ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ എന്റെ അറിവിൽ ഇപ്പൊ ആരും ചെയ്യുന്നില്ല. എനിക്ക് അറിയില്ല വേറെ ചെയ്യുന്നുണ്ടോന്ന്. ഇന്ത്യയിൽ മറ്റു സ്ഥലത്തില് 1-2 പേര് ചെയ്യുന്നുണ്ടാവാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് ഐഡിയ വന്നത് എന്റെ വീട്ടിൽ നിന്ന് തന്നെ വന്ന ഒരു ഐഡിയ ആണ്. എന്റെ ഹസ്ബൻഡ് വായന ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ചേച്ചിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും അവരെ കണ്ട് കൂടുതൽ വായിക്കാനും കൂടുതൽ അറിയാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പം മോളുണ്ടായപ്പോ മോക്കും വായിക്കാനും ബുക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ വന്ന ഒരു ഇൻസ്പിറേഷൻ ആണ് ഇത് തുടങ്ങാനുള്ള കാരണം, സത്യം പറഞ്ഞ. മോൾക്ക് എത്ര വയസ്സായി ഇപ്പൊ? വന്ദനയുടെ മോക്ക് ഇപ്പൊ 1.5 വയസ്സായി. ഒരു ചെറിയ പ്രായത്തിലെ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയല്ലേ? ഒരു 5-6 മാസമായപ്പോ തന്നെ വേദിക എന്നാണ് എന്റെ മോളുടെ പേര്. അപ്പൊ വേദികയ്ക്ക് ആ ഒരു 5-6 മാസമുള്ള പ്രായപ്പോ തന്നെ ബുക്സ് അറിയാനും തിരിച്ചറിയാനും തുടങ്ങി. നമ്മളൊരു ആനിമലിന്റെ പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ബുക്കിന്റെ പേര് പറഞ്ഞാൽ അതെടുത്തോണ്ട് വരാൻ ഒരു അറിവായി.
അപ്പൊ ഇപ്പോഴും ബുക്സ് കുറെ ഉണ്ട്. ഞങ്ങൾക്ക് ചെറിയൊരു ലൈബ്രറി മോക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ബുക്സ് എടുത്തുകൊണ്ട് വരാനും അത് വായിക്കാനും അത് മനസ്സിലാക്കാനും തുടങ്ങി. ഈ ഒരു ചെറിയ പ്രായത്തിൽ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട്. ബുക്സ് നേരത്തെ വായിക്കുന്നതിന്റെ മെയിൻ ബെനിഫിറ്റ് ബ്രെയിൻ ഡെവലപ്മെന്റ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ വൊക്കാബുലറി ഡെവലപ്മെന്റ് ഒക്കെ ഇംപ്രൂവ്ഡ് ആവാണ്. അപ്പം ഈവൻ ദോ ഞങ്ങൾ വീട്ടിൽ മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ, പക്ഷെ ബുക്സിന്റെ ഇതിലിപ്പം മോക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങോട്ട് സംസാരിക്കില്ലെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പറയുന്നതെല്ലാം മനസ്സിലാവും. സോ വൊക്കാബുലറി ബിൽഡിംഗ് ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് ബിൽഡിംഗ് എന്നാണ് മെയിൻ ഒരു ബെനിഫിറ്റ് ഏർലി റീഡിംഗിൽ നിന്ന് വരുന്നത്. പിന്നെ റൈറ്റിംഗ്, പിന്നെ കഥകൾ ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ. എല്ലാ കുട്ടികൾക്കും കഥകൾ ഇഷ്ടമാണ്, എല്ലാ മനുഷ്യർക്കും കഥകൾ ഇഷ്ടമാണ്. അപ്പൊ അവരെ നമ്മൾ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോവാണ്, അവരുടെ ഇമാജിനേഷൻ കൂട്ടുകയാണ്, അവരുടെ ക്രിയേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ അത് അവർ എൻജോയ് ചെയ്യും. നമ്മള് എൻജോയ് ചെയ്യണം. അവർക്ക് വായിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു സമയം ബോണ്ടിങ് സമയമായിട്ടും അവർ കാണും. അപ്പൊ അവരത് ശരിക്കും എൻജോയ് ചെയ്യും. നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇപ്പൊ എന്റെ കുറെ കസ്റ്റമേഴ്സ് എന്നോട് പറയുന്നുണ്ട്, കുട്ടികൾക്ക് ഇപ്പം സ്പെഷ്യലി ലോക്ക്ഡൌൺ കാരണം കുറെ പേരൻസിന് കുട്ടികളായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബുക്സ് വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവരിലൊരു വ്യത്യാസം കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവര് ഒരു അപ്രോച്ച് അത് കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ നമുക്കും സന്തോഷം. ശരിയാണ്, അതിനകത്ത് ഞാൻ അനുഭവിച്ചത് തന്നെ മറ്റുള്ളവരും എക്സ്പീരിയൻസ് ചെയ്തു എന്ന് അറിയുമ്പോൾ ഇറ്റ്സ് വർക്കിംഗ്, അതിലൊരു സന്തോഷമുണ്ട്. അപ്പൊ ഈ പറഞ്ഞല്ലോ ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, അവരൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്താണ്? ഈ ഒരു കോൺസെപ്റ്റ് തുടങ്ങിയതിന് ശേഷം, ലിറ്റിൽ ബുക്ക് തീഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തുടങ്ങിയതിന് ശേഷം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടിയതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഫീഡ്ബാക്ക് ഏത്? എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു പാക്കേജിങ്, ദാറ്റ്സ് വൺ തിങ്. ഞാൻ പാക്കേജ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടും റീസൈക്കിൾ പേപ്പർ യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ ബുക്സ് ഒക്കെ പാക്ക് ചെയ്ത് അയക്കുന്നതും. അപ്പോൾ അത് ചിലവർ നോട്ടീസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു സന്തോഷമുണ്ട്. നമ്മൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആണ്, എന്നാലും അത് നോട്ടീസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഏറ്റവും സാറ്റിസ്ഫൈങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഈയിടെ ഒരു കുട്ടി എന്റെ പേജ് കണ്ടിട്ട് എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഐ കാൺട്ട് വെയിറ്റ് ടു ഗെറ്റ് മാരിഡ് ആൻഡ് ഹാവ് ബേബീസ് സോ ദാറ്റ് ഐ കൻ ഗെറ്റ് ബുക്സ് ഫ്രം യു. സോ അത് എനിക്കതൊരു ഭയങ്കര പോസിറ്റീവ് ഇതായിട്ട് തോന്നി. കാരണം അത് മനസ്സിൽ പോലും ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുക്സ് അവിടുന്ന് വാങ്ങിക്കാൻ തോന്നി എന്നുള്ളൊരു ഐഡിയ വന്നപ്പോഴത്തേക്ക് എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, വന്ദനയുടെ കുട്ടിക്ക് 1.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എല്ലാ ചുമതലകളും കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഈ ലിറ്റിൽ ബുക്ക് തീഫിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കായിരിക്കുമല്ലോ ചെയ്യുന്നത്, ഇതിനൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ടോ? ഇല്ല, ഞാൻ ഓൺട്രപ്രണർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യില്ല, ഞാൻ മോംപ്രണർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യാം. ഐ എം എ മോം ഫസ്റ്റ്, മദർ ഫസ്റ്റ്, എന്നിട്ടാണ് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ പ്രയോറിറ്റി ഈസ് മൈ ഡോട്ടർ ഓൾവേസ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നെങ്കിലും ഇതിനെക്കുറിച്ച് അത് അത്രയും പാഷനറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറെ കൂടെ കുട്ടികൾ വായിക്കണം, അല്ലെങ്കിൽ കുറെ കൂടെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം, നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നെങ്കിലും എന്റെ ഹസ്ബൻഡ് എന്നെ കുറെ സപ്പോർട്ട് ചെയ്യും. അപ്പോ എന്റെ പില്ലർ ഓഫ് സ്ട്രെങ്ത് അവിടെയാണ്. ആൻഡ് അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എല്ലാം ഇന്നത്തെ കാലത്ത് എവറിത്തിങ് ടെക്നോളജി കാരണം നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് ഇത് ഫുൾ ചെയ്യുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി കൊറോണ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ബുക്ക് സെയിൽ നടത്തണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ബേസ് ചെയ്ത് മാത്രമാണ് വന്ദന ഈ പ്രോജക്റ്റ് മുമ്പോട്ട് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്കാണ് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നതും കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണല്ലോ. വന്ദനയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് ലിസണേഴ്സിന് വേണ്ടി ഒന്ന് പറയൂ. You can find it at little.bookthief. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കാണാം. ആവശ്യക്കാർക്ക് പുസ്തകങ്ങൾ വിലപിടിപ്പുള്ള പുസ്തകങ്ങളും അല്ലാത്ത പുസ്തകങ്ങളും ഒക്കെ ആൾക്കാർക്ക് എല്ലാ തരം പുസ്തകങ്ങളുണ്ട്. വിലയുള്ളതും വിലയില്ലാത്തതും, പഠിക്കാനുള്ളതും വായിക്കാനുള്ളതും, കഥ അറിയാനുള്ളതും, പിക്ചേഴ്സ് കാണാനുള്ളതും, എല്ലാ തരം ബുക്സും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? എന്തൊക്കെയാണ്?
ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ചെറിയൊരു ബുക്ക് ഷോപ്പ് പിള്ളേർക്ക് വേണ്ടിയിട്ട് തുടങ്ങണം. ഒരു ലൈബ്രറി കം ബുക്ക് ഷോപ്പ് പോസ്റ്റ് കോവിഡ്. പിള്ളേർക്ക് വന്നിരിക്കാനും വായിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒരു ടെക്നോളജി ഫ്രീ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് ഫ്രീ സോൺ തുടങ്ങണം എന്നാണ് ആഗ്രഹം, സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. താങ്ക് യു വന്ദന. വന്ദനയുടെ ആഗ്രഹം പോലെ ഭാവിയിൽ വളരെ വലിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒരുപാട് കുട്ടികൾ വായിക്കട്ടെ, അവർ പഠിക്കട്ടെ, പുസ്തകങ്ങളെ അറിയട്ടെ. അപ്പോൾ ഇത്രയും സമയം ഈ പോഡ്കാസ്റ്റിന് വേണ്ടി ചെലവഴിച്ചതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ തുടങ്ങി എന്നുള്ളത്, ഒരു പുതിയ ഐഡിയ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തതിലും ഫോർ ഡൂയിങ് ദിസ് താങ്ക് യു സോ മച്ച്. കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കാനായി ലിറ്റിൽ ബുക്ക് തീഫ് എന്ന ഒരു കോൺസെപ്റ്റ് റൺ ചെയ്യുന്ന വന്ദന മേനനുമായിട്ടുള്ള കോൺവെർസേഷനാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും പുതിയ എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി.